ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ സുൽത്താൻ ബത്തേരി മാരിയമ്മൻ ക്ഷേത്രത്തിൽ തൊഴാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവിടുത്തെ ഉത്സവമാണ്. ഇന്നാണ് മെയിൻ ഉത്സവം. രാത്രി കൈകൊട്ടിക്കളി, പിന്നെ താലം, ആനയൊക്കെ ഉണ്ട്. വയനാട്ടിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ പേര് തൊഴാൻ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട് കയറാൻ നേരത്ത് നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു. അവിടെ ക്യൂ നിന്നിട്ടാണ് തൊഴുതുകൊണ്ടിരുന്നത് ആൾക്കാർ. ഞാൻ ഇതുവരെയായിട്ട് ഈ ഒരു ഉത്സവം, ഇവിടുത്തെ ഉത്സവം കൂടിയിട്ടുണ്ടായിരുന്നില്ല. ശിവരാത്രി അതൊക്കെ നന്നായിട്ട് രാത്രിയൊക്കെ നമ്മൾ പോയിട്ട് അടിച്ചു പൊളിച്ചെങ്കിൽ പോലും ഇവിടേക്ക് വന്നിട്ടില്ല. പകലും വന്നിട്ടില്ല, രാത്രിയും വന്നിട്ടില്ല. ഇന്ന് എന്തായാലും വന്ന് തൊഴണമെന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ തൊഴലൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും തന്നെ ക്യൂ ഇവിടെ കൂടുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വലിയ വലിയ ക്യൂ ആവാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉത്സവപ്പറമ്പിലേക്കാണ് പോയത്. വെച്ച് പണിക്കാരുടെ അടുത്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ വാങ്ങാമെന്നുള്ള പ്ലാൻ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി. ശിവരാത്രിക്കൊന്നും ഞാൻ കമ്മലുകളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കമ്മലുകൾ എനിക്ക് പണ്ടേ വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ കമ്മലുകളുടെ സെക്ഷൻ കണ്ടപ്പോൾ ഞാൻ വീണുപോയി. പക്ഷേ അതിലിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫുൾ കൺഫ്യൂഷനായിരുന്നു, ഏതെടുക്കും എന്നുള്ളത്. ഞാൻ കുറേ ഇങ്ങനെ നോക്കി നിന്നു. പക്ഷേ എനിക്കൊന്നും അങ്ങ് ഉറപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഫുൾ എനിക്ക് വാങ്ങണം എന്നായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും ഉറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നേരെ വേറൊരു സെക്ഷനിലേക്ക് പോയി. അവിടെയും കമ്മലുകളുടെ കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, കമ്മലുകളൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് ഇവിടുന്ന് തന്നെ ഞാൻ ഒരു ആനയുടെ കമ്മൽ, ഈ മോഡൽ കമ്മലിൻ്റെ ഇതിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഞാൻ എടുത്തത്. പിന്നെ അവരും വേറെ എന്തൊക്കെയോ ചെറിയ തോതിൽ വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മന്തി കഴിക്കാനാണ് പ്ലാൻ ഇട്ടിട്ട് നമ്മൾ വന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മന്തി അവിടെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1 മണി വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. 1 മണിയല്ല, ഒരു 1:15 വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് മന്തി കിട്ടി. നല്ല അടിപൊളി മന്തിയായിരുന്നു. ഞാനൊരു ഹണി ചിക്കൻ മന്തിയാണ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ റൈസ് കുറവായിരുന്നു, അത്ര പരാതി മാത്രമേ എനിക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി.